ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. നല്ല പഴുത്ത മാമ്പഴവും വാഴപ്പഴവും എല്ലാം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത മലയാളി ഉണ്ടാവത്തില്ല അല്ലേ? പലപ്പോഴും ഇതിൻ്റെ മധുരം നമ്മൾ ആസ്വദിച്ച് മാമ്പഴം എല്ലാം കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ അതിൻ്റെ സീസണുമാണ്. പക്ഷേ ഇത് പഴുപ്പിച്ചത് എങ്ങനെയെന്നൊരു ഭയം നമ്മുടെ ഉള്ളിലുണ്ട്. പലപ്പോഴും ഈ പഴം കഴിക്കുന്ന സമയത്ത് പുറമേയുള്ള നല്ല മഞ്ഞ കളറിലുള്ള പഴുപ്പ് കാണുമ്പോൾ പലരും പറയാറുണ്ട്, അയ്യോ ഇത് കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിച്ചാണ്, ഇത് കൂടുതൽ കഴിച്ചാൽ ക്യാൻസർ ബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന്. എന്താണ് സത്യാവസ്ഥ? എങ്ങനെയാണ് ഈ പഴം പഴുക്കുന്നത്? ഈ പഴം പഴുപ്പിക്കുന്നതിന് വേണ്ടി കാർബൈഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇന്ത്യയിൽ ഇത് സാധിക്കുമോ? ഇനി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എന്തെല്ലാം പറഞ്ഞുതരാം. ഒരു പഴം എന്ന് പറയുന്നത് നോർമലി അതിനകത്തോടൊരു വിത്തുണ്ട്. ഈ വിത്തിനെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ പുറത്ത് മാംസളമായിട്ടൊരു ഭാഗമുള്ളത്. അതായത് ഈ ചെടിയുടെ അല്ലെങ്കിൽ ആ മരത്തിൻ്റെ പ്രജനനത്തിന് വേണ്ടി, പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ടാണ് ഈ പഴം സൃഷ്ടിക്കപ്പെട്ടത്. ഈ പഴം പഴുപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഴുക്കുന്ന സമയത്ത് അതിനകത്ത് മധുരം അല്ലെങ്കിൽ ഫ്രക്ടോസ് രൂപപ്പെടുന്നത് അതിനകത്തുള്ള സ്റ്റാർച്ച് കൺവേർട്ട് ചെയ്തിട്ടാണ്. അതിനകത്തുള്ള പല വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും സ്റ്റാർച്ചായിട്ട് പ്രത്യേകിച്ച് ഫ്രക്ടോസ് ആയിട്ട് മാറിയിട്ടാണ് അതിന് കൂടുതൽ ആകർഷകമായൊരു നിറവും മണവും രുചിയും മധുരവും എല്ലാം കിട്ടുന്നത്. ഇങ്ങനെ മൂത്ത് പാകമാകുന്ന ഏതൊരു പഴവും പഴുക്കാറാകുന്ന സമയത്ത് അതിനകത്ത് എത്തിലീൻ എന്ന് പറയുന്ന ഒരു വാതകം ഉണ്ടാകുന്നു. എത്തിലീൻ എന്ന് പറയുന്ന വാതകമാണ് ഈ പഴത്തിനെ പഴുപ്പിക്കുന്നത്. എത്തിലീൻ എന്ന് പറയുന്ന വാതകം ഇപ്പോൾ ഫോം ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ സാധാരണ നമ്മളൊരു വാഴക്കൊലയെല്ലാം കെട്ടിത്തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തെ പടലയായിരിക്കും ആദ്യം അതിനകത്ത് എത്തിലീൻ ഉണ്ടാകുന്നത്. ഒരിക്കൽ ഇതിനകത്ത് എത്തിലീൻ ഉണ്ടായി തുടങ്ങിയാൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ മുകളിലേക്കുള്ള പഴങ്ങൾ പെട്ടെന്ന് തന്നെ പഴുത്ത് ഒരു 2 ദിവസം കൊണ്ട് തന്നെ ഫുൾ പഴുക്കുന്ന ഇതും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഈ എത്തിലീൻ എന്ന് പറയുന്ന ഗ്യാസിനോട് സിമിലറായിട്ട് കാഴ്ചയ്ക്ക് വളരെ സിമിലറായിട്ട് തോന്നുന്ന ഒരേ മോളിക്കുലർ ഫോർമുലയുള്ളതാണ് അസറ്റിലിൻ എന്ന് പറയുന്ന വാതകം. ഈ അസറ്റിലിൻ എന്ന് പറയുന്ന വാതകം എത്തിലീനിന് പകരം കൊടുത്തുകൊണ്ട് ഇത് പഴുപ്പിക്കുന്ന രീതിയാണ് കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ച് ചെയ്യുന്നത്. പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ പഴം പഴുപ്പിക്കുന്നതിന്, പ്രത്യേകിച്ച് മാമ്പഴമായിക്കോട്ടെ ഇല്ലെങ്കിൽ വാഴപ്പഴമായിക്കോട്ടെ, ഇത് പഴുപ്പിക്കുന്നതിന് വേണ്ടി ഇത് ഒരു അടച്ചിട്ട മുറിയിൽ എല്ലാം പൂട്ടി വെച്ചതിന് ശേഷം അതിനകത്ത് പുകയിടാറുണ്ട്. പുകയിടുന്ന സമയത്ത് അതിനകത്ത് എത്തിലീനും അസറ്റിലിനും പോലുള്ള വാതകങ്ങൾ ഉണ്ടായിട്ടാണ് ഈ പഴം ഒരു രാത്രി കഴിയുമ്പോൾ, ഒരു ഇരുട്ടി വെളുത്ത് വരുമ്പോൾ അതിനകത്ത് ചെറിയ മഞ്ഞ കളർ വരികയും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിക്ക് എടുക്കുകയും ചെയ്യുന്നത്. ഇതേ പ്രോസസ്സ് തന്നെ ഈ പുകയിടൽ എന്ന് പറയുന്നത്, അതായത് നമ്മൾ തീ കത്തിച്ച് പുക ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് കാൽസ്യം കാർബൈഡ് എന്ന ഒരു വസ്തുവുണ്ട്. നിങ്ങൾക്കറിയാം, നമുക്ക് ഗ്യാസ് വെൽഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് കാൽഷ്യം കാർബൈഡ്. ചെറിയ കട്ട പോലെ ഇരിക്കും, വെളുത്ത കട്ട പോലെ. ഈ കാൽഷ്യം കാർബൈഡ് വെള്ളമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് അതിനകത്ത് നിന്നും അസറ്റിലിൻ എന്ന് പറയുന്ന ഒരു വാതകം ഉണ്ടാകുന്നു. ഈ അസറ്റിലിൻ എന്ന് പറയുന്ന വാതകം കാഴ്ചയ്ക്ക് ഈ സിമിലറായിട്ട് മോളിക്കുലർ, ഞാൻ പറഞ്ഞല്ലോ, ഈ എത്തിലീൻ പോലെ ഇരിക്കും. ഇത് ഈ മാമ്പഴത്തിലോ അല്ലെങ്കിൽ വാഴപ്പഴത്തിലോ ഒക്കെ തട്ടുന്ന സമയത്ത് അതിനകത്ത് വളരെ പെട്ടെന്ന് തന്നെ പഴുക്കാനുള്ള ഒരു ടെൻഡൻസി ഡെവലപ്പ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ പഴത്തിന് പഴുപ്പിക്കാനായിട്ട് ഈ കാൽസ്യം കാർബൈഡ് ഉപയോഗിക്കുന്നത്. പലരും വിചാരിക്കുന്നത് കാൽഷ്യം കാർബൈഡ് പൊടിയെടുത്തിട്ട് അതിനകത്ത് മുക്കി വെച്ചിട്ടാണ് ഇതിനെ പഴുപ്പിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനല്ല. ഇപ്പോൾ ഈ സാധാരണ നമ്മൾ പുകയിടുന്നതിന് വേണ്ടി ഒരു അടച്ചിട്ട മുറി എടുക്കുന്നത് പോലെ തന്നെ വളരെ ക്ലോസ്ഡ് ആയിട്ടൊരു സ്പേസിനകത്ത് ഒരു ചെറിയ അളവ്, അതായത് അതിനകത്ത് നിറയെ പഴങ്ങൾ സൂക്ഷിക്കുക, അതിപ്പോൾ മാമ്പഴമായിക്കോട്ടെ വാഴപ്പഴമായിക്കോട്ടെ, സൂക്ഷിച്ചിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ചെറിയ, ഇപ്പോൾ കാൽഷ്യം കാർബൈഡിൻ്റെ ചെറിയ കിഴി പോലെ കെട്ടി അതിൻ്റെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിനൊത്തിരി വെള്ളം നനച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും ഈ എത്തിലീൻ വാതകം ഉണ്ടാകുകയും അത് ഒരു ഓവർനൈറ്റ് ആകുമ്പോൾ ഇതിനെ പഴുപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഈ പഴത്തിൻ്റെ പുറത്ത്, ഇപ്പം മാമ്പഴത്തിൻ്റെയോ വാഴപ്പഴത്തിൻ്റെയോ പുറത്ത് ഇത് മൊത്തം പൂശി കാൽസ്യം കാർബൈഡ് എടുക്കുക അല്ല ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഗുരുതരമായിട്ടുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേരിട്ട് കാൽഷ്യം കാർബൈഡ് ഉള്ളിൽ പോകുന്നത് അപകടകരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഇങ്ങനെ പഴങ്ങൾ പഴുപ്പിക്കുന്നതിന് കാൽഷ്യം കാർബൈഡ് ഉപയോഗിക്കുന്നത് നിയമം മൂലം നിരോധിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പം മാമ്പഴം പഴുപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ വാഴപ്പഴം പഴുപ്പിക്കുന്നതിനോ എല്ലാം കാൽഷ്യം കാർബൈഡ് ഉപയോഗിക്കാറുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ രീതിക്കാണ്. നേരിട്ട് ഇവ പഴങ്ങളുമായിട്ട് ടച്ചിൽ വരുന്നില്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ മാമ്പഴം കഴിക്കുന്നവർ അല്ലെങ്കിൽ വാഴപ്പഴം കഴിക്കുന്നവർക്കെല്ലാം വയറിന് കംപ്ലൈൻ്റ് ആയിട്ട് ബുദ്ധിമുട്ട് വരും. കാരണം കാൽഷ്യം കാർബൈഡ് ഇതിൻ്റെ തൊലിയുടെ പുറത്തെല്ലാം പറ്റിയിരുന്നു കഴിഞ്ഞാൽ ഇത് വളരെ വെളുത്ത പൊടി പോലെ ഇരിക്കും. ഇത് നമ്മുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ആദ്യം ദഹനക്കേട്, നെഞ്ചരിച്ചിൽ, പുളിച്ചു തേട്ടൽ പോലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാം. ഇത് വയറിൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് എത്തിക്കഴിഞ്ഞാൽ വയറിനകത്ത് അൾസർ പോലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാം. കുടലിനകത്ത് അൾസറോ അല്ലെങ്കിൽ കാലക്രമേണ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സാധാരണഗതിയിൽ കാൽഷ്യം കാർബൈഡ് പഴത്തിൻ്റെ പുറത്ത് പൂശുകയോ തട്ടുകയോ ചെയ്യാറില്ല. അതിൻ്റെ ഒരു സൈഡിൽ, വളരെ സൈഡിൽ എങ്കിലും ഒരു മൂലയിൽ അല്പം വയ്ക്കുക. അതിൻ്റെ എത്തിലീൻ മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിക്ക് ഡയറക്റ്റ് ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇതിനകത്തുള്ള മറ്റൊരു പ്രശ്നം കൂടെ. കാൽഷ്യം കാർബൈഡ് എന്ന് പറയുന്ന ഈ പൗഡർ അല്ലെങ്കിൽ ഈ കട്ടയുടെ പുറത്ത് തന്നെ ഇമ്പ്യൂരിറ്റീസ് ആയിട്ട്, മാലിന്യമായിട്ട് ആഴ്സനിക്ക്,
ഫോസ്ഫറസ് പോലുള്ള വസ്തുക്കൾ ഈ കാൽഷ്യം കാർബൈഡിൻ്റെ കൂടെ കാണാനുള്ള സാധ്യതയുണ്ട്. അത് രണ്ടും അപകടകരമാണ്. ഈ ചെറിയൊരളവിലാണെങ്കിൽ പോലും പഴത്തിൻ്റെ പുറത്ത്, മാമ്പഴത്തിൻ്റെ പുറത്തോ ഇല്ലെങ്കിൽ വാഴപ്പഴത്തിൻ്റെ പുറത്തോ ഈ ആഴ്സനിക്കോ ഇല്ലെങ്കിൽ ഫോസ്ഫറസോ തട്ടി ഇരുന്ന് കഴിഞ്ഞിരുന്നാൽ അത് നമ്മുടെ ഉള്ളിലേക്ക് ഏതെങ്കിലും തരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ക്യാൻസർ പോലുള്ള നമ്മുടെ കോശങ്ങൾക്കകത്ത് ജനിതക മാറ്റം ഉണ്ടാക്കാനോ ക്യാൻസർ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു അപകടം. അതല്ലാതെ നമുക്ക് ഈ എത്തിലീൻ വാതകം നമുക്കിത് വന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ വളരെ വ്യാവസായിക അടിസ്ഥാനത്തിൽ പഴം പഴുപ്പിക്കാനായിട്ട്, പ്രത്യേകിച്ച് മാമ്പഴവും വാഴപ്പഴവും പഴുപ്പിക്കാനായിട്ട് കാൽസ്യം കാർബൈഡ് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, നമുക്ക് മൂപ്പെത്തുന്നതിന് മുമ്പ്, പാകമാകുന്നതിന് വേണ്ടി മുമ്പ് പറിച്ചെടുത്ത പഴങ്ങൾ, ഇപ്പം മാമ്പഴം പൂർണ്ണമായും ആ പാകമെത്തി പഴുത്താൽ മാത്രമേ നമുക്ക് ആ മണവും രുചിയും എല്ലാം കിട്ടത്തുള്ളൂ, ഇല്ലേ? ഇല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ അയ്യേ ഇതെന്താ ചവറ് പോലിരിക്കുന്നത്, നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ ഒരു രുചി ഉണ്ടാകത്തില്ല. ആ ഒരു അവസ്ഥ വരുന്നതിന് കാരണം മൂപ്പെത്താതെ, പാകമെത്താതെ പറിക്കുന്ന മാമ്പഴമോ ഇല്ലെങ്കിൽ വാഴപ്പഴമോ ഇത്തരത്തിൽ എത്തിലീൻ ഗ്യാസ്, ഇപ്പോൾ എത്തിലീൻ ഗ്യാസിൻ്റെ കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ പഴത്തിന് നിറവ്യത്യാസം വരും, പെട്ടെന്ന് പഴുത്തു തുടങ്ങും. എന്നാൽ സാധാരണ മൂപ്പെത്തി പഴുക്കുന്ന ഒരു രുചിയോ അല്ലെങ്കിൽ അതിനകത്തുള്ള ഗുണമോ വൈറ്റമിൻസോ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതാണ് പലപ്പോഴും ഈ കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിക്കുന്ന പഴങ്ങൾക്ക് സംഭവിക്കുന്നത്. മൂപ്പെത്തി പഴുപ്പിക്കുന്ന പഴമാണ്, ഇപ്പോൾ അതിനകത്ത് വലിയ അപകടകരമല്ലാത്ത രീതിക്ക് കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ചാൽ മനുഷ്യന് അപകടകരമല്ല. ഇനി കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിക്കുന്ന പഴങ്ങൾ തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. വളരെ മനോഹരമായ രീതിക്ക് പഴുത്തിരിക്കുന്ന പഴം, അതായത് നമ്മൾ ഈ കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ച്, ഇപ്പോൾ അസറ്റിലിൻ വാതകമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു മാമ്പഴത്തിൻ്റെ എല്ലാ വശവും ഒരേപോലെ നിറം മാറിയിരിക്കുക, പഴുപ്പ് നിറം വന്നിരിക്കും. സാധാരണ ഒരു മാമ്പഴത്തിന് ആദ്യം പഴുപ്പ് നിറം വരുന്നത് അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗത്താണ്. ചെറിയ പഴുപ്പ് നിറം വന്ന് ക്രമേണ അത് മൊത്തത്തിൽ വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളിപ്പം പഴുത്ത് വരുന്ന പഴം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ഭാഗം മഞ്ഞ കളറുണ്ടാവും, മറ്റു ഭാഗം ഇത്തിരി പച്ച കളറുണ്ടാവും. എന്നാൽ കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ചിട്ടുള്ള അസറ്റിലിൻ വാതകത്തിൽ പഴുത്തതെന്നാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാമ്പഴത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ പഴുത്ത നിറം വരും. സാധാരണ പഴുക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയ മണം ഉണ്ടാവും. ആ പഴുക്കുന്നതിൻ്റെ നല്ല ഒരു മണവും അതിന് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഞെങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാവും. എന്നാൽ കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ച് പഴുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് ഈ പറഞ്ഞ ചേഞ്ചസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അവ കട്ടിയായിട്ട് തന്നെ ഇരിക്കും, എന്നാൽ പുറമേ നല്ല മഞ്ഞ കളർ, ആ പഴുത്ത നിറം ഉണ്ടാവും. ഇതാണ് സാധാരണ വ്യത്യാസം. ഈ പഴം നമ്മൾ മുറിച്ച് കഴിക്കുന്ന സമയത്ത് നമുക്ക് വലിയ രുചിയോ അല്ലെങ്കിൽ മധുരമോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. അതാണ് നമുക്ക് ഈ മൂപ്പെത്താതെ നമ്മൾ കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിച്ചാലുള്ള ഒരു പ്രശ്നം. അതല്ലാതെ ഇത് ഇങ്ങനെ പഴുപ്പിച്ചത് കൊണ്ട് നമുക്ക് വലിയ സൈഡ് എഫക്ട്സ് ഇല്ല. പലപ്പോഴും ഈ മാമ്പഴ സീസണിലോ അല്ലെങ്കിൽ വാഴപ്പഴ സീസണിലോ എല്ലാം തന്നെ നമുക്ക് ഈ ഏതാണ് നാച്ചുറലായിട്ട് മൂപ്പത്തി പഴുത്തതെന്നോ ഇല്ലെങ്കിൽ ഏതാണ് കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ച് പഴുത്തതെന്നോ തിരിച്ചറിയാൻ പാടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ വീട്ടിൽ വാങ്ങുന്ന മാമ്പഴമായിക്കോട്ടെ വാഴപ്പഴമായിക്കോട്ടെ ഈ കാൽഷ്യം കാർബൈഡിൽ നിന്ന് സേഫായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. നല്ല വെള്ളത്തിലില്ലേ, റണ്ണിങ് വാട്ടറിൽ നന്നായിട്ട് കഴുകി ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ വാഴപ്പഴം ആണെന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ മാമ്പഴം ആണെന്നുണ്ടെങ്കിലോ ഇതിൻ്റെ പുറം വശം നന്നായിട്ട് കഴുകി ശുദ്ധിയാക്കി തുടച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് സപ്പോസ് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാർബൈഡിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിലും ഇത് പൂർണ്ണമായിട്ട് അങ്ങ് മാറിക്കിട്ടും, സേഫായിട്ട് കഴിക്കാനും പറ്റും, ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ഒരു രീതിക്കാണ് നമ്മൾ കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിച്ച പഴമാണെങ്കിൽ പോലും കഴിക്കേണ്ടത്. അപ്പോൾ കാൽഷ്യം കാർബൈഡ് എങ്ങനെയാണ് പഴുപ്പിക്കുന്നതെന്നും ഇത് ഉപയോഗിച്ചാലുള്ള പ്രോബ്ലംസ് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. സത്യാവസ്ഥ എല്ലാവരും തിരിച്ചറിയട്ടെ. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.